ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാതരോഗത്തിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും വാതരോഗത്തിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒപ്പം വാതരോഗത്തിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണാം. എന്താണ് വാദം, ഈ വാതരോഗം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ഈ ദോഷം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്, അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളിലൂടെ നമുക്ക് വാതദോഷം നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ വാദം എന്നുള്ള ദോഷം ഉപരി നമുക്ക് പിത്തം, കഫം എന്നുള്ള ത്രിദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. വാദം, പിത്തം, കഫം. ഓക്കെ, അപ്പൊ വാദം എന്നുള്ളത് ഒരുപാട് രോഗങ്ങളുടെ പ്രധാന കാരണം വാതദോഷം കോപിക്കുന്നത് കൊണ്ടാണ്. അപ്പം കൂടുതലും പിത്തദോഷത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കാളും അല്ലെങ്കിൽ കഫദോഷത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കാണുന്നത് വാതദോഷം കോപിക്കുന്ന സമയത്താണ്. ഇനി ഈ വാതദോഷം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മുടെ സർവ്വ ജരാചരങ്ങളിലും അല്ലെങ്കിൽ ഈ സർവ്വ പ്രപഞ്ചത്തിലും ഈ വാതദോഷം ഉണ്ട് എന്നുള്ളതാണ് ആചാര്യന്മാര് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഈ വാദം എന്നുള്ളത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ളത്? നമ്മുടെ വായു എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ അല്ലെ? ആ ഓക്സിജന് നമ്മുടെ ബോഡിയിൽ മാത്രമല്ല അത് കാണുന്നത് അല്ലെ, നമ്മുടെ സർവ്വചരാചരത്തിലും അല്ലെങ്കിൽ സർവ്വ പ്രപഞ്ചത്തിലും ഈ ഒരു വാദം അഥവാ ഓക്സിജൻ അഥവാ വായു കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിലുള്ള അതിന്റെ ഗുഡ് ക്വാളിറ്റീസ് നമുക്ക് തരും. അത് നശിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കോപിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ന പോലെ നമ്മുടെ പ്രപഞ്ചത്തിലും ദുരിതങ്ങൾ വിതയ്ക്കാറുണ്ട് ഈ വാതദോഷം. ഓക്കെ, അപ്പൊ ചെറിയൊരു ഔട്ട്ലൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയെ നമ്മൾ പല കാരണങ്ങളാലും നമ്മൾ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. മലിനീകരണം, അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണം, ഇപ്പോൾ ശബ്ദ മലിനീകരണം, അതുപോലെ തന്നെ ചില മലിന വസ്തുക്കൾ ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള, അതായത് പ്ലാസ്റ്റിക് അത്തരം വസ്തുക്കൾ ഇട്ടിട്ടുള്ള മലിനീകരണം, പ്ലാസ്റ്റിക് കത്തിക്കുക, മരങ്ങൾ നശിപ്പിക്കുക, അപ്പൊ ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലെ. അതേപോലെ പാറകൾ പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊക്കെ ഒരു നമ്മുടെ ശരീരത്തിൽ എന്ന പോലെ പ്രപഞ്ചത്തിലും ഈ ഒരു വാദത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെ തിരിച്ചടി എന്ന പോലെയാണ് നമുക്ക് എന്ത് സംഭവിക്കും. നമ്മുടെ ഇപ്പൊ തന്നെ നമുക്കറിയാം വയനാട്ടിൽ ഉണ്ടായ അപകടം എന്ന് പറയുന്നത്. അപ്പോ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ, അതായത് മഹാമാരികള്, അതുപോലെ വെള്ളപ്പാച്ചിലുകള്, പ്രശ്നങ്ങള് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഒരു ടൈമിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് പ്രകൃതി തന്നെ തരുന്ന തിരിച്ചടിയാണ് വാദത്തിന് ഉണ്ടാകുന്ന ചില ദോഷങ്ങളെ കരുതി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതും ഫുൾ പ്രപഞ്ചത്തിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിനെ കുറിച്ചാണ്. അപ്പൊ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സകല കാര്യങ്ങളും, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മൂവ്മെന്റ്സും, നമുക്കറിയാം വാദം എന്ന് പറയുന്നത് വായുവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വായു നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് മൂവ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈജഷൻ, അതേപോലെ തന്നെ എക്സ്ക്രീഷൻ, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ റൈറ്റിംഗ്, നമുക്ക് എഴുതാനുള്ള കഴിവ്, പിന്നെ അതുപോലെ ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്, പിന്നെ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നടക്കാനുള്ള കഴിവ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷനിങ്ങുകളും നടക്കുന്നത്, അതിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നത് വാദത്തിൽ കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ, അതുപോലെ ലിവർ ഫങ്ഷൻസ്, ബ്രെയിൻ ഫങ്ഷൻസ്, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ സകലവിധ ഫങ്ഷനിങ്ങുകളും നടക്കുന്നത് വാദം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുന്ന പോലെ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന് ഒരു ചെറിയ ഔട്ട്ലൈനിലൂടെ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വാദം നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നത്? വാദം അഥവാ വായു എങ്ങനെയാണ് നമ്മുടെ അനുലോമഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അനുലോമഗതി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്, അതായത് മുകളിൽ നിന്ന് താഴോട്ട്, അങ്ങനെയാണ് നമ്മുടെ ഈ വാദം സഞ്ചരിക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഈ അനുലോമഗതിയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, രോധങ്ങൾ, അതായത് സ്രോതോരോധം എന്ന് നമുക്കതിനെ പറയാം. അങ്ങനെയാണ് നമുക്ക് ഈ വാദം വളരെ ഹൈ ആയിട്ട് കൂടുന്നത്, നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. ആക്ച്വലി നമുക്ക് വാദം ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ
ഏറ്റവും നല്ലത് വായുവാണ്. പക്ഷെ നമ്മുടെ വായു പ്രകോപിച്ചു കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ മുഴുവൻ ഇംബാലൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ വാദം വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫുള്ള് രൂക്ഷത വർദ്ധിക്കും. ഓക്കെ, രൂക്ഷത വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ശരീരത്തിൽ മൊത്തം വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുപോലെ ചില സ്രോതോരോധങ്ങൾ ഉണ്ടാവും, അതായത് ചില സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ്. അപ്പൊ സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോളോ സ്പേസ്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാതും നമ്മുടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന ഹോളോ സ്പേസുകൾ എന്ന് പറയുമ്പോൾ ആർട്ടറി, വെയിൻസ്, നെർവ്സ്, ഓക്കെ, അതുപോലെ അന്നനാളം, ചെറുകുടല്, വൻകുടല്, മനസ്സിലായോ? അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഈ സംഭവങ്ങൾ, ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ, അതുപോലെ ബ്ലഡ് ഫ്ലോ ഉള്ള സംഭവങ്ങൾ, ഹോളോ സ്പേസുകൾ, ഇതൊക്കെ നമുക്ക് സ്രോതസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു? രോധനം. രോധനം എന്ന് വെച്ചാല് രോധനല്ല, രോധം. രോധം എന്ന് പറയുന്നത് ബ്ലോക്കേജ് ആണ്. സ്രോതോരോധം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വാദം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മറ്റ് ദോഷങ്ങളെ പോലെ തന്നെയാണ് പിത്തവും, മറ്റ് ദോഷങ്ങളിലെ പോലെ തന്നെയാണ് ഈ വാദവും പ്രവർത്തിക്കുന്നത്, അല്ലെ? പിത്തദോഷവും കഫദോഷവും അവർക്ക് അവരുടേതായ ചില ഫംഗ്ഷനിങ് ഉണ്ട് ശരീരത്തില്, അതനുസരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ വാദത്തിന് 5 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദോഷങ്ങളെയും 5 ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഷ്ടാംഗ ഹൃദയത്തില് നമ്മൾ ദോഷീയ വിജ്ഞാനം എന്ന ഒരു അധ്യായത്തിൽ കൃത്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മള് വാദത്തിനെ കുറിച്ച്, വാദം നോർമലൈസ് ചെയ്യുമ്പോൾ, വാദം നോർമൽ ആയിട്ടിരിക്കുന്ന സമയത്ത് നൽകുന്ന ചില ഫംഗ്ഷനിങ്ങളെ കുറിച്ചും, വാദം എന്താ പറയാ വളരെ ദുഷീകരിക്കുന്നു, അതായത് കോപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും, വാദം മാത്രമല്ല കേട്ടോ, പിത്തദോഷവും കഫദോഷവും കോപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആചാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങള് നമ്മള് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു അഷ്ടാംഗഹൃദയത്തിൽ നമ്മൾ എഴുതുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം നമ്മളൊരു ആയുർവേദം പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ വാദത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് അറിയണം എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മതി, വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വാദം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്രോതോരോധം സംഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? അപ്പൊ രൂക്ഷത സംഭവിക്കുന്നു. അങ്ങനെ വാദം കൂടാം. അല്ലെങ്കിൽ തണുപ്പ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കൂടുക, അല്ലെങ്കിൽ നമുക്ക് തണുത്ത കാലാവസ്ഥയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാറ്റടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് വാദം ഒരുപാട് കൂടുന്നതായിട്ട് കാണാം. അവിടെയും രൂക്ഷത സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നനാളത്തില് ബ്ലോക്കേജ് സംഭവിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ദഹനേന്ദ്രിയത്തിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അന്നനാളത്തിന് ബ്ലോക്കേജ് വരുമ്പോൾ. അതേപോലെ നമുക്ക് ചെറുകുടല്, വൻകുടല്, ഇവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, അല്ലെ? ഇവിടെയൊക്കെ സ്രോതസ്സാണ് അതൊക്കെ. അവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ, അവരുടെ ഫംഗ്ഷനിങ്ങിന് വ്യത്യാസം വരാം. ലിവർ, കിഡ്നി, ബ്രെയിൻ, ആർട്ടറീസ്, ബ്ലഡ് ഫ്ലോ വരുന്ന എല്ലാ തരത്തിലുള്ള സ്ഥലത്തും. ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? നമുക്കറിയാം, സിസ്റ്റ് ഗ്രോത്തുകൾ, പലതരത്തിൽ ഓവറികളിൽ ഉണ്ടാകുന്ന സിസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള ഗ്രോത്തുകൾ നമുക്ക് ഉണ്ടാകാം. കൊളസ്ട്രോൾ കൂടാം, BP കൂടാം, ഷുഗർ കൂടാം, എല്ലാ തരത്തിലുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ദഹനേന്ദ്രിയത്തിന് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടാണ് ഡൈജസ്റ്റീവ് ഡിസോർഡർ, അങ്ങനത്തെ ഇഷ്യൂസുകൾ വരാം. അപ്പൊ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കും ഈ വാദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ വരുന്ന സമയത്ത്. മനസ്സിലായോ? അതുപോലെ അഷ്ടാംഗ ഹൃദയത്തില് എഴുതിയിട്ടുണ്ട്, നമ്മൾ ദോഷങ്ങൾ കോപിക്കുമ്പോൾ പഞ്ചേന്ദ്രിയത്തിൽ കോപിക്കാം. അതുപോലെ ത്വക്കില് കോപിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ആമാശയത്തിൽ കോപിക്കുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച്, ഇതിനൊക്കെ ഒരു പ്രത്യേക തരം ലക്ഷണങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ അഷ്ടാംഗഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ പക്വാശയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഭക്ഷണങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെ? അപ്പൊ ഭക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, തണുപ്പ് വാദരോഗികൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് തണുപ്പ്. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് രൂക്ഷത, ഡ്രൈ ആവാനായിട്ട്, നമ്മുടെ ശരീരം ഡ്രൈ ആവാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പൊ അത് രൂക്ഷത ഉണ്ടെങ്കിൽ അവിടെ നമ്മളത് കുറയ്ക്കണം. അഗ്നിദീപ്തി വർദ്ധിപ്പിക്കണം. അഗ്നിദീപ്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ഡൈജസ്റ്റീവ് ഫയർ, ഇതിനെ നല്ല രീതിയിൽ നമുക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാം. അതിനായിട്ട് അതിനുള്ള ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതായിട്ട്, അത് ഫുഡിന്റെ രൂപത്തിലായാലും അല്ല ഔഷധത്തിന്റെ രൂപത്തിലായാലും അത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ,
അപ്പൊ അവിടെ എന്നാലാണ് നമ്മുടെ ഭക്ഷണം ദഹിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ദഹനം അവിടെ കുറവായിരിക്കും. അപ്പൊ ദഹനം കുറയുമ്പോൾ നമുക്ക് അഗ്നിദീപ്തി കുറയും. അപ്പൊ വീണ്ടും നമുക്ക് വാദം ദോഷം അഗ്രിവേറ്റ് ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ്. അപ്പൊ തണുപ്പ് അതുപോലെ തന്നെ കുറയ്ക്കുക, രൂക്ഷത ഉണ്ടാവരുത്, അതേപോലെ തന്നെ അഗ്നിദീപ്തി വർദ്ധിക്കുന്ന ദ്രവ്യങ്ങൾ കഴിക്കാം. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്ന് പറയാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂപ്പാണ്, മാംസരസം. അപ്പൊ സൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ, മാംസരസത്തിനെ കുറിച്ച് പറയുമ്പോൾ എളുപ്പം ദഹിക്കുന്ന ഒന്നാണ് സൂപ്പ്. നമുക്കറിയാം, നമ്മൾ റെസ്റ്റോറന്റുകളിലൊക്കെ പോകുന്ന സമയത്ത് അവർ ഫസ്റ്റ് തരുന്ന ഒരു സ്റ്റാർട്ടേഴ്സിൽ വരുന്ന ഒന്നാണ് സൂപ്പ് എന്ന് പറയുന്നത്, മാംസരസം. അപ്പൊ സൂപ്പ് എങ്ങനെയാണ് ദഹനത്തിന് സഹായിക്കുക എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നത്, നമുക്ക് എളുപ്പം ദഹനം ഉണ്ടാക്കുന്നതിന് അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുരുമുളക്, അതുപോലെ ചുക്ക്, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി. പിന്നെ അത് നമ്മൾ കംപ്ലീറ്റ്ലി കുറെ വേവിച്ചെടുത്ത ഒന്നാണ്. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന മാംസത്തിനേക്കാളും നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ദഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മാംസരസം നമുക്ക് ആയുർവേദത്തില് നമ്മൾ പലരും വിചാരിക്കുന്ന ആയുർവേദം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ വെജിനെ അവോയ്ഡ് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെയല്ല. നമ്മള് ആയുർവേദത്തില് ആചാര്യന്മാർ പറയുന്നത് ഒന്നാണ് സൂപ്പ് കഴിക്കാനായിട്ട്. കാരണം സൂപ്പ് നമ്മുടെ അഗ്നി ദീപ്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പ് തീർച്ചയായിട്ടും കുടിക്കാവുന്നതാണ്. എക്സാമ്പിൾ ഒരു ചിക്കൻ സൂപ്പ്, മട്ടൺ സൂപ്പ്, അതുപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചെറുപയർ വെച്ചിട്ടുള്ള സൂപ്പ്, മുതിര വെച്ചിട്ടുള്ള സൂപ്പ്, ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ അതാണ് സൂപ്പിന്റെ ഒരു ഇത്. ഇനി വരുന്നത് മോര്. അപ്പൊ മോര് എങ്ങനെയാ കുടിക്കുക? അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്, മോര് എന്ന് പറയുന്നത് നമ്മൾ തൈരില് വെള്ളം ഒഴിച്ചിട്ട് അത് മോരാക്കിയിട്ട് കാച്ചി കുടിക്കും. പക്ഷെ അത് തെറ്റായ കാര്യമാണ്. നമ്മൾ മോരുണ്ടാക്കുന്ന സമയത്ത് അതിലെ വെണ്ണ കടഞ്ഞിട്ട് വേണം നമ്മൾ അതില് കറിവേപ്പില, അതുപോലെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ചേർത്ത് നമുക്ക് കാച്ചിയ മോര് ഉണ്ടാക്കാവുന്നതാണ്. അത് വളരെ നല്ലതാണ്, ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മോര്. മോര് നമ്മുടെ ശരീരത്തിൽ വാതദോഷം കുറയ്ക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വാതരോഗികള് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാച്ചിയ മോര് ദിനം പ്രതി ശീലമാക്കാവുന്നതാണ് കേട്ടോ. 3 നേരം കുടിച്ചോളൂ, എന്നാലും കുറയ്ക്കണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. കാര്യം അത്രയ്ക്ക് നല്ലതാണ് പച്ചമോര്. പച്ചമോരിനേക്കാളും കാച്ചിയ മോരായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ പക്വാശയത്തെ ആശ്രയിച്ച് വാദം കോപിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ട്രബിള്, മലബന്ധം, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പൈൽസ്, കിഡ്നി സ്റ്റോണ്, അതൊക്കെയാണ് പക്വാശയത്തിനെ വാദം പ്രകോപിക്കുമ്പോൾ ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ ആമാശയത്തിൽ വാദം പ്രകോപിപ്പിക്കുമ്പോൾ അവിടെ ആസ്മ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലത്തെ പ്രശ്നങ്ങളിലേക്കാണ് അവിടെ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് നീളം കൂടിയ പച്ചക്കറികൾ കഴിക്കാം. നീളം കൂടിയ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഫൈബ്രസ് കണ്ടന്റ് കൂടിയിട്ടുള്ള പച്ചക്കറികൾ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഴപ്പിണ്ടി, മുരിങ്ങക്കായ, പടവലങ്ങ, പച്ചപ്പയറ്, അതുപോലെ തന്നെ ബീൻസ്, അമരക്കായ, കൊത്തമരക്കായ, ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. അതുപോലെ ചീരയില, ഇലക്കറികളൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. ചീരയില, മുരിങ്ങയില, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ അതുപോലെ കുമ്പളങ്ങ, വെള്ളരിക്ക, ചേന, ചെറുകായ, നേന്ത്രക്കായ, ഓക്കെ, ഇതൊക്കെ നന്നായി ഉൾപ്പെടുത്തുക. അതുപോലെ ചപ്പാത്തി, റൈസ്, അതുപോലെ ഓട്സ്, ഇതൊക്കെ കഴിക്കാം. ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ വാദദോഷത്തില് രോഗികൾ എന്താ കഴിക്കേണ്ടത്, എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ രസം നല്ല രീതിയിൽ കഴിക്കാം. രസം വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ദഹനം ശരിയാക്കാനായിട്ട് വളരെ നല്ലതാണ് രസം. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സിൽ ഏതൊക്കെ കഴിക്കാം? ചെറുപഴം, മുന്തിരി, തണ്ണിമത്തൻ, ഇതൊഴികെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാം. എന്തുകൊണ്ടാണ് ചെറുപഴവും മുന്തിരിയും തണ്ണിമത്തനും ഒഴിവാക്കുന്നത്? അത് തണുത്ത ഫ്രൂട്ട്സുകളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അത് ദഹിക്കുമ്പോൾ തണുപ്പാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പ്രമേഹമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പ്രമേഹമുള്ള ആളുകൾ ഷുഗർ കൂടുതലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കണം. അപ്പോൾ അതുപോലെ ചോറ് കഴിക്കാനായിട്ട് പാടില്ല, ചോറ് കുറയ്ക്കേണ്ടി വരും. അതാണ് പ്രമേഹമുള്ള. അതുപോലെ തന്നെയാണ് വെയിറ്റ് കൂടുതലുള്ള ആളുകളും ഷുഗർ കൂടുതലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കി, അതുപോലെ റൈസ് ഒഴിവാക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ്. പൈൽസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചിക്കൻ സൂപ്പ് കഴിക്കാൻ പാടില്ല. കാര്യം എന്താ? അത് ചൂടാണ്. ചിക്കൻ എന്ന് പറയുന്നത് ചൂടാണ്. അതുകൊണ്ട് അപ്പോ ഇതിനൊക്കെ കുറെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. കാരണം എന്തുവാ, എല്ലാവരുടെയും അവസ്ഥ വ്യത്യാസമാണ്. ചില ആളുകൾക്ക് പ്രമേഹം ഉണ്ടാവും, വാതരോഗവും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ ചില ആളുകൾക്ക് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ അവരും വാദത്തിനെ സംബന്ധിച്ചുള്ള രോഗമുള്ളവരാണെങ്കിൽ അവരും ഫ്രൂട്ട്സും അതുപോലെ അരി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ പൈൽസ് ഉള്ളവരാണെങ്കിൽ
ചിക്കൻ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ചിക്കൻ അവർക്ക് ചൂടാണ്, കൂടുതൽ ചൂടുണ്ടാക്കും, അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ഇനി കഴിക്കാൻ പാടില്ലാത്തത് ചിലത് പറയാം. അപ്പൊ കഴിക്കാൻ പാടില്ലാത്തത് ഭൂമിക്കടിയിലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല, എക്സെപ്റ്റ് ക്യാരറ്റ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ക്യാരറ്റ് നിങ്ങൾക്ക് കഴിക്കാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും, അതിൽ പറയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചേന, ചേമ്പ്, കൂർക്ക, ഉരുളക്കിഴങ്ങ്, അതുപോലെ കപ്പ, മരച്ചീനി, കൊള്ളി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ ബീട്രൂട്ട്, പിന്നെന്താ കാവത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ പരിപ്പ്, കപ്പലണ്ടി, ഗ്രീൻ പീസ്, മുതിരയും ചെറുപയറും കഴിക്കാം. ബാക്കി എല്ലാതും ഒഴിവാക്കണം. പരിപ്പ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ ബീൻസ് രീതിയിലുള്ള സംഭവങ്ങള് ഒക്കെ നമുക്ക്, കടല വിഭാഗങ്ങള് ഒക്കെ ഒഴിവാക്കുക. എക്സെപ്റ്റ് ഈ ഒരു മുതിരയും ചെറുപയറും ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ തണുപ്പ് കൂട്ടുന്ന ചില ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ചെറുപഴം, മുന്തിരി, തണ്ണിമത്തൻ, ഇവ ഒഴികെ ബാക്കിയുള്ളതൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തേൻ ഒഴിവാക്കുക. അപ്പൊ തേൻ എന്തുകൊണ്ട് ഒഴിവാക്കണമെന്ന് വെച്ചാൽ തേൻ വാദം കൂട്ടുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് രാത്രി സമയത്ത്, അതുപോലെ വെളുത്ത വാവുള്ള സമയത്തൊന്നും നമ്മൾ തേൻ കഴിക്കാനായിട്ട് പാടില്ല. അത് നമുക്ക് ശരീരത്തിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വാതദോഷം കൂട്ടാനായിട്ട് കാരണമാകും. ഓക്കെ. പിന്നെ അതുപോലെ കട്ടത്തൈര്, വെണ്ണ, ഇതൊക്കെ നമ്മൾ കഴിക്കരുത്, നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോ ചില ആളുകളില് അവരുടെ ജനനം തൊട്ട് മരണം വരെ അവരൊരു വാദപ്രകൃതി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ മൊത്തം ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണ രീതി തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരുപാട് രോഗങ്ങൾ വരാതെ അവരുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇനി വാദരോഗം വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പാറ്റേൺ പോകേണ്ടത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നമുക്ക് ശരീരപ്രകൃതി അറിയണം, ദോഷപ്രകൃതി ഒക്കെ അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ദോഷപ്രകൃതി എന്താണ്, ഓരോരുത്തരുടെ ദോഷപ്രകൃതി പറഞ്ഞു തരാനായിട്ട് കഴിയും. വാദാണോ, വാദപിത്തമാണോ, അല്ലെങ്കിൽ പിത്ത കഫയാണോ, വാദ കഫയാണോ, മനസ്സിലായോ? അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതികളുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഓക്കെ. പിന്നെ പച്ചക്കറികള് നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയായിട്ട് ഉപയോഗിക്കുക. കാര്യം നമുക്കറിയാം, ഒരുപാട് പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ അവര് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഈ പച്ചക്കറിയുമേ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുക. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ല ചെറുചൂടുവെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇത് കറി വെച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലത് നല്ല ഒരു തൊടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, കുറച്ച് സ്ഥലവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ട പച്ചക്കറികൾ നിങ്ങൾക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ ഒരു വിഷങ്ങളും ഇല്ലാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെ? എല്ലാവരും ബിസിയാണ്, എല്ലാവർക്കും ഇതൊന്നും ചെയ്യാനുള്ള നേരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പച്ചക്കറികളൊക്കെ മേടിക്കുമ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങള്, ഞാനിപ്പോ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലും അതുപോലെ ലൈവിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ഓൺലൈൻ കൺസൾട്ടേഷന് നമ്മുടെ ക്ലിനിക് നമ്പറിൽ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.